ഹായ് മക്കളെ, നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് അവസാനത്തെ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഏകദേശം 9 മാർക്കിനോ അല്ലെങ്കിൽ 12 മാർക്കിനോ ക്വസ്റ്റ്യൻസ് ഡ്രോയിങ്ങിൽ മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാതെ വെറും 8 ക്വസ്റ്റ്യൻസ്, ആ 8 ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരൂ. അത് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. അപ്പോൾ മക്കളെ, പെട്ടെന്ന് നമുക്ക് ആ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ, വരയ്ക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾക്ക് ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും 3 ടൈപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ കാണുന്ന 2 നമ്പറിലേക്ക് മക്കൾ എന്ത് ചെയ്യുക, വിളിക്കുക. എന്നിട്ട് നമ്മുടെ ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴെടുത്താൽ എന്തായി മക്കളെ, സെറ്റാണ്, ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 50 and 60. പരിവൃത്ത ആരം 3 സെന്റിമീറ്ററും കോണുകൾ 50, 60 ആയ ത്രികോണം വരയ്ക്കുക. ഇത്രയാണ് ചോദ്യം. അപ്പോൾ പരിവൃത്തം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സർക്കം റേഡിയസ് എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ, അല്ലെങ്കിൽ സർക്കം റേഡിയസ് എന്നുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ മക്കൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വരയ്ക്കേണ്ടത് ഉള്ളിലായിരിക്കണം. ട്രയാങ്കിൾ ഉള്ളിൽ വരയ്ക്കണം, സർക്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആയിരിക്കണം. സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ സർക്കിൾ വരച്ചു. ഇനി മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് തന്ന ആംഗിളുകൾ 50ഉം 60ഉമാണ്. 50ഉം 60ഉം ആണെങ്കിൽ, 50 ആണെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, 50 ആണെങ്കിൽ 50ൻ്റെ ഇരട്ടി 100 വരയ്ക്കണം. 60 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 120 വരയ്ക്കണം. ഇവിടെ ഇരട്ടിയാണ് വരയ്ക്കേണ്ടത്, ഡബിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, സർക്കിളിൻ്റെ സെൻറ്റർ വരയ്ക്കുക, റേഡിയസ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 100 ഡിഗ്രി അടയാളപ്പെടുത്തുക. 100 ഡിഗ്രി അടയാളപ്പെടുത്തി, പ്രൊട്രാക്ടർ വെച്ച് 100 ഡിഗ്രി. ഇനി നമ്മളൊരു 120 ഡിഗ്രി കൂടി അടയാളപ്പെടുത്തുക. 100ഉം 120 അടയാളപ്പെടുത്തി അതൊന്ന് മാർക്ക് ചെയ്യുക. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 100, 120 അതാ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത് 100 ഡിഗ്രിയും ഇവിടെ നമ്മൾ വരച്ചത് 120 ഡിഗ്രിയാണ്. ഇതാണ് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് ജോയിൻ ചെയ്യുക. 1, 2, 3 വരകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എന്തായി, സെറ്റായി, നമ്മുടെ ആൻസറായി. എത്ര മാർക്കിൻ്റെ ചോദ്യം? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? ഇതാ ഇവിടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. 100ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 50 ആയിരിക്കും, 120ന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് 60 ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും, 70 ആയിട്ട് കിട്ടും. ഓക്കെ, 140 ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ചെയ്ത് തന്നെ പഠിക്കുക, വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ടാൻജൻറ്റ് ടു ഇറ്റ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിന് തൊടുവര വരയ്ക്കുക എന്നാണ് പറയുന്നത്. തൊടുവര വരയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചിട്ട് റേഡിയസ് 3 ആണെങ്കിൽ, വെറും ടാൻജൻ്റ് എന്നാണ് മക്കളെ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, 3 ആണെങ്കിൽ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക പുറത്തോട്ട്. ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 6 സെൻറ്റിമീറ്ററിൻ്റെ വരയ്ക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബ സമഭാജി വരയ്ക്കുക. ലംബ സമഭാജി വരച്ച് കഴിഞ്ഞാൽ അത് കൃത്യം എന്തായിരിക്കും, ടാൻജൻ്റ് ആയിരിക്കും. ചോദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വെറും ടാൻജൻ്റ് എന്ന് ചോദിച്ചാൽ മക്കൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരെ തിരിച്ച്, നമ്മൾ നേരെ അകത്ത് നേരത്തെ എന്ത് വരച്ചു, ട്രയാങ്കിൾ വരച്ചു. ഇത് പുറത്ത് ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ചോദ്യം. നോക്ക്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40, 60, 80 വിത്ത് ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ആരം 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. കോണുകൾ 40, 60, 80ഉം വശങ്ങൾ വൃത്തത്തെ തൊടുന്നു. അവിടെയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, വശങ്ങൾ വൃത്തത്തെ തൊടുന്നതും. എടാ, ഇപ്രാവശ്യത്തെ പബ്ലിക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് ഇത് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? ഒറ്റ കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ 2.5 സെൻറ്റിമീറ്ററിൻ്റെ എന്ത് വരയ്ക്കുന്നു, സർക്കിൾ വരയ്ക്കുന്നു. 2.5 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. 2.5 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ വരച്ചു. എന്നിട്ട് 40, 60, 80 ആണല്ലോ. നേരത്തെ നമ്മൾ ഇരട്ടിയാണ് എടുത്തെങ്കിൽ ഇവിടെ 150 എന്ന് കുറയ്ക്കുക. 150 കുറച്ചാൽ 140, 120, 100. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, നോക്കിക്കോളേ. നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു. 100 വരുന്നുണ്ട്, 120 വരുന്നുണ്ട്, 140 വരുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് പുറത്ത് ടാൻജൻ്റ് ആണ്. ടാൻജൻ്റ് എങ്ങനെ വരയ്ക്കുക? ഒരു ലൈനിന് ടാൻജൻ്റ് വരയ്ക്കുക. ഒരു ലൈനിന് ടാൻജൻ്റ് വരയ്ക്കുക. ആ വരയ്ക്ക് ടാൻജൻ്റ് വരയ്ക്കുക.
അടുത്ത വരയ്ക്കും ടാൻജൻറ്റ് വരയ്ക്കും. അടുത്ത വരയ്ക്കും ടാൻജൻറ്റ് വരയ്ക്കും. അടുത്ത വരയ്ക്ക് ടാൻജൻറ്റ് വരയ്ക്കും. ഇനി മൂന്നാമത്തെ വരയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക? ടാൻജൻറ്റ് വരയ്ക്കും. അങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കും. ഇതങ്ങ് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായി? നമ്മുടെ ആൻസർ കിട്ടി. ഈ 3 വരകളൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ട്രയാങ്കിളാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇവിടെ ഒറ്റ കാര്യം മക്കൾ ആലോചിച്ച് നോക്കുക. നമ്മൾ വരച്ച ആംഗിളുകൾ നോക്കാം. അതായത് നമ്മളിവിടെ 100 ഡിഗ്രി, ഇവിടെ നമ്മൾ 120 ഡിഗ്രി, ഇത് 140 ഡിഗ്രിയാണ്. ഇത് 140 ആണെങ്കിൽ ഇവിടെയാണ് 40 വരിക. ഇത് 100 ആണെങ്കിൽ ഇവിടെയാണ് എന്ത് വരിക? 80 വരിക. ഇവിടെയാണ് 60 വരിക. എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് അത്രമേൽ കൂടുതലാണ്. നിർബന്ധമായിട്ട് വരച്ചു പഠിക്കണം. ഓക്കെ, ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ വരച്ചതിൻ്റെ തൊട്ട് പകുതി കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഡൺ. ഇനി അടുത്ത എന്താ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരാനേറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആരമുള്ള എന്ത് വരയ്ക്കുക? ഒരു വൃത്തം വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. എന്നിട്ട് നമ്മളോട് പറയുന്നു ആൻഡ് ഡ്രോ ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ വിച്ച് ഈസ് 7 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് തൊടുവര വരയ്ക്കുക. അപ്പോൾ നോക്കിക്കോളെ, എന്താ ചെയ്യുന്നത് നോക്കിക്കോളെ മക്കളെ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു 7 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. 7 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഞാൻ ആ 7 സെൻറ്റിമീറ്ററിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. തുല്യമായിട്ട് കട്ട് ചെയ്യണം. തുല്യമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ മക്കളെ? ഇതാ നോക്കിക്കോളെ, ഞാൻ പറയുന്നത് നോക്കിക്കോളെ. ഈ ഒരു ഡിസ്റ്റൻസില്ലേ, അത് കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്ത് ഈ പോയിന്റ് സെൻറ്റർ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സർക്കിളിലേക്ക് ഇങ്ങനെ 2 ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഒറ്റ കാര്യം, ആ പോയിന്റിൽ നിന്ന് അവിടത്തേക്ക് ഒരു വര വരച്ചാൽ മതി. ജോയിൻ ചെയ്ത് വരച്ചാൽ 2 ടാൻജൻറ്റ് കിട്ടും. 2 ടാൻജൻറ്റും കൃത്യമായി സർക്കിളിനെ ടച്ച് ചെയ്യുന്നതാണ്. പരീക്ഷയ്ക്ക് മക്കളെ 4 മാർക്കിനുള്ള ചോദ്യമായിട്ട് വരാം. നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിക്കണം. മോഡലിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്കിന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ചോദിക്കാതെ ഇരിക്കാതെ നിൽക്കാം. അതായത് ചിലപ്പോൾ ചോദിക്കാം. പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 9, 8, 7 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ എന്നാണ്. 9, 8, 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരച്ച് അതിന് അന്തർവൃത്തം വരയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 9, 8, 7 സെൻറ്റിമീറ്റർ. 9, 8, 7 എന്ത് വരയ്ക്കുക? ട്രയാങ്കിൾ വരയ്ക്കുക. ത്രികോണം വരയ്ക്കുക. ത്രികോണം 9, 8, 7 ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ആ സൈഡ്സ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇത് 9 ആണ്, ഇത് 8 ആണ്, ഇത് 7 ആണ്. അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം മക്കൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇതിൻ്റെ ഏതെങ്കിലും 2 കോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ, പരീക്ഷയ്ക്ക് വരാൻ അത്രമേൽ ചാൻസാണ്. അങ്ങനെ ഒരു സാധനം വരയ്ക്കുക. അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്യുക, ഇവിടെ വരയ്ക്കുക. 2 ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൽ നേരെ പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചാൽ അതാണ് റേഡിയസ് ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് നമ്മളവിടെ സർക്കിൾ വരയ്ക്കണം. കൃത്യമായിട്ടൊരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിള് കൃത്യമായിട്ട് ടച്ച് ചെയ്ത് പോകും. എത്ര മാർക്ക് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു. ഇപ്രാവശ്യത്തെ 27ാമത്തെ ക്വസ്റ്റ്യൻ SSLC പബ്ലിക് എക്സാം 2026 ചോദിച്ചിരിക്കും. ഉറപ്പാണ് മക്കളെ. ടാൻജൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ഇൻ സർക്കിള് പബ്ലിക് എക്സാമിനുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ വരണം. അപ്പോൾ നമ്മൾ 15 കിട്ടുന്ന ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുക. ദാറ്റ് ഈസ് 5, 3 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അഞ്ച് 3 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ നോക്കിക്കോ, നമുക്ക് ഇവിടെ 5, ഇവിടെ 3.
ഇനി 3 സെൻറ്റിമീറ്റർ നമ്മൾ കൂട്ടി വരയ്ക്കണം. എങ്ങോട്ട് കൂട്ടി വരയ്ക്കുക? ഇങ്ങോട്ടേക്ക് 3 സെൻറ്റിമീറ്റർ ഞാൻ കൂട്ടി വരച്ചു. അപ്പോൾ ടോട്ടൽ 8 ആയില്ലേ? അപ്പോൾ ടോട്ടൽ 8 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 3 8 ആണെങ്കിൽ 4 അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 4 നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ അർദ്ധവൃത്തം വരച്ചിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യിക്കുന്നത് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്ത അളവാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് അതായിട്ടാണ് വരിക. എന്നിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളെ, നമ്മൾ ചെയ്യുന്ന നോക്കിക്കോളെ. അവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ജോയിൻ ചെയ്യും. ഇനി ഈ പോയിന്റ്, മുകളിലത്തെ പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക്, താഴത്തെ പോയിന്റ് നിന്ന് ഒരു ആർക്ക്, ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? നമുക്കൊരു സ്ക്വയറിനെ കിട്ടും. ഓക്കെ, ഇതാണ് ചോദ്യം. ഓക്കെ, ഇതാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് മക്കൾ പഠിക്കണം കേട്ടോ, നിർബന്ധമായിട്ട് പഠിക്കണേ. ഓക്കെ, എന്തായാലും പരീക്ഷയ്ക്ക് വരും, നിർബന്ധമാണ്, പഠിക്കണം. ഓക്കെ, അടുത്ത ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പാണ്. റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 4 5. അപ്പോൾ 4 6 അല്ലേ, 4 6 വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. 4 6 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. 4 6 ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് 4 6 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? മറ്റൊരു റെക്റ്റാങ്കിൾ ഇതിൻ്റെ അതേ ഏരിയ ആയിരിക്കണം, വേറൊരു ചതുരം ഇതിൻ്റെ അതേ പരപ്പളവായിരിക്കണം, ഒരു സൈഡ് 7 ആയിരിക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതിനോട്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 4 ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കും. ആ 4 കൂട്ടി വരയ്ക്കുക. എന്നിട്ട് നമ്മളൊരു 7 കൂട്ടി വരയ്ക്കും താഴോട്ട്. വേണ്ട 7 വരയ്ക്കുക. അപ്പോൾ നോക്കിക്കോളാം, നമ്മൾ എടുത്ത അളവുകൾ നോക്കുക. ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 4 ഇങ്ങോട്ട് കൂട്ടി ഇവിടെ എന്താണ് 7 ആണ്, ഇവിടെ എന്താണ് 7 ആണ്. ആ രീതിക്ക് നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിവിടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഈ ലൈനും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ആ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഒന്ന് ഇവിടെയും വരയ്ക്കുക, ഒന്ന് ഈൻ്റെതും വരയ്ക്കുക. അപ്പോൾ അതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ ഇങ്ങനെ 3 സ്ഥലത്തൂടെ ഇങ്ങനെ കൃത്യമായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ മക്കളെ, ഈ ഡിസ്റ്റൻസില്ലേ, ഈ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ കറുപ്പിൽ അടയാളപ്പെടുത്തിയ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ വീതി, അതായത് ബ്രെഡ്ത്ത് ആയിട്ട് അതാ വരിക. അത് കോമ്പസിലെടുത്തിട്ട് നമ്മളിവിടെ ഒരു ആർക്കിടുക, നേരെ ഇവിടെ ആർക്കിടുക. ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടി. നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടി. സെറ്റാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ്. ഇനി നേരത്തെ വരച്ച അതേപോലെ തന്നെ ചോദ്യം. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നു. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഇതുകൂടി കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 6 and 3. ആദ്യം നമ്മൾ 6 3 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ കൂട്ടി വരച്ചിട്ട് അപ്പോൾ 6 3 ടോട്ടൽ എത്രയാടാ? ടോട്ടൽ ഇത് 6 ഇത് 3 9 ആയി. 4.5 നമ്മൾ എന്ത് വരയ്ക്കുക? സെമി സർക്കിൾ വരയ്ക്കുക. 4.5 സെമി സർക്കിൾ വരച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്, ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഡിസ്റ്റൻസ്, സമചതുരത്തിൻ്റെ വശം. അതിങ്ങോട്ടേക്ക് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചിട്ട് അത് ജോയിൻ ചെയ്യും. നേരെ മേലോട്ടേക്ക് ഒരു ആർക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക്, ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നിർബന്ധമാണ്. ഈ 8 ക്വസ്റ്റ്യൻസ് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. എന്ത് കിട്ടും? ഡ്രോയിങ്ങിൻ്റെ ഒരൊറ്റ മാർക്കടാ പുറത്തു പോകില്ല. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ ബാച്ചിൻ്റെ അകത്ത് മക്കൾ എന്ത് ചെയ്യുക? ഇത്രയും പെട്ടെന്ന് അതിയെ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്തായി? സെറ്റായി. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായി, ഇക്വേഷൻസായി, പ്രൂവ് ദാറ്റായി, ഡ്രോയിങ് ആയി. ഇനി നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യം 7:30 സാർ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ MS സൊല്യൂഷൻ്റെ SSLCയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് കൃത്യം 7:30 കാണാം. നമുക്ക് അടിപൊളിയായിട്ട് അതുകൂടി പഠിച്ച് തീർക്കാം. ഓക്കെ മക്കളെ, സെറ്റ് ടാറ്റ.